ദുനിയാവിന്റെ മേലെ ശത്രുത വെക്കുക. അനുജനും ജ്യേഷ്ഠനും സഹോദരങ്ങളും ബന്ധുക്കളും അയൽക്കാരും കുടുംബങ്ങളും ഒരേ ടീമിൽ പ്രവർത്തിക്കുന്നവർ, ഒരേ കാര്യത്തിനു വേണ്ടി ഓടി നടക്കുന്നവർ, പരസ്പരം എന്തൊക്കെയോ ശത്രുതകൾ മനസ്സിലുണ്ടോ? ബറാഅത്ത് രാവിന്റെ പടിയിലെത്തി നിൽക്കുന്ന നേരത്ത് മുഅ്മിനേ, നിന്റെ മനസ്സിൽ ആരോടെങ്കിലും ഏതെങ്കിലും ശത്രുതയുണ്ടെങ്കിലും ഒഴിവാക്കിക്കോ. അല്ലാഹു പരിഗണിക്കുകയില്ലെന്നാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിസ്സാരമായ കാര്യത്തിന്റെ പേരിൽ, വസ്തുതർക്കങ്ങളുടെ പേരിൽ, ദുനിയവിയായ തർക്കങ്ങളുടെ പേരിൽ, മറ്റേതെങ്കിലും പോരുകളുടെ പേരിൽ, രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ കുടുംബ ബന്ധം മുറിച്ചവരുണ്ടോ? ഇതാ പരിശുദ്ധമായ അല്ലാഹു നിന്റെ പാപങ്ങളൊക്കെ പുറത്തു തരാമെന്ന് പറയുന്ന രാത്രി, യഗ്ഫിറുല്ലാഹു ലിഇബാദിഹി, അവന്റെ അടിമകൾക്കൊക്കെ പൊറുക്കുന്ന രാത്രിയിലും നിനക്ക് മോചനമില്ല. എരിയാണിക്ക് താഴെ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് വസ്ത്രമുടുമുണ്ടിങ്ങനെ വലിച്ചഴച്ച് അഹങ്കാരത്തോടെ ധിക്കാരത്തോടെ നടക്കുന്നവരുണ്ടോ? ഒന്ന് കയറ്റി കൊടുക്കുമോ? അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നമ്മിലെത്തുകയില്ല. ഉമ്മമാരോട് ഉപ്പമാരോട് പിണങ്ങി നിൽക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതാ റബ്ബ് നിനക്ക് പൊതുമാപ്പ് തരുന്ന രാത്രിയിൽ പോലും മാതാപിതാക്കളെ പൊരുത്തമില്ലാത്ത നിന്നോട് റബ്ബ് കാരുണ്യം ചെയ്യുകയില്ല. ഗൗരവമായി ചിന്തിച്ചോ. മയക്കുമരുന്നിൽ ലഹരിയിലൊക്കെ മുങ്ങി നിൽക്കുന്ന മനുഷ്യരെ, അതുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കും ആ രാത്രിയിൽ മോചനമില്ലെന്നാണ്. ആ രാത്രിയും അവന് അല്ലാഹു നരകമോചനം നൽകുന്നില്ല. അവൻ മദ്യത്തിലാണ്, മയക്കുമരുന്നിലാണ്, പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളിൽ ബന്ധപ്പെട്ടു നിൽക്കുകയാണ്. അതിനെ ഒന്നൊഴിഞ്ഞു വെച്ചോ, എല്ലാം ഉപേക്ഷിച്ച് തിരിഞ്ഞു നടന്നാൽ ഇതാ ഒരു പൊതുമാപ്പിന്റെ രാത്രി വരുന്നു. അല്ലാഹു നിനക്ക് പുറത്തു തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നല്ല ദിവസങ്ങളൊക്കെ അതിനാണ്.